ഭാവിയിലെ വിദ്യാഭ്യാസ നയങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 73.02 കോടി രൂപ വരവും 55.40 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ KV ഉണ്ണികൃഷ്ണനാണ് അവതരിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഭവനരഹിതർക്കും ഭൂരഹിതർക്കുമായി 7 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 4 കോടിയും സ്ഥലം വാങ്ങുന്നതിനായി 3 കോടിയും ഉൾപ്പെടുന്നു. റോഡ് വികസനത്തിന് 5.7 കോടിയും കുടിവെള്ള പദ്ധതിക്കായി 1 കോടി രൂപയും നീക്കിവെച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ബജറ്റിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, AI ലേണിംഗ് ഹബ്ബ്, റോബോട്ടിക്സ് ലാബ്, ഫിനിഷിംഗ് സ്കൂൾ എന്നിവയ്ക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഡയാലിസിസ് ധനസഹായം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, യുനാനി ഡിസ്പെൻസറി നിർമ്മാണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകി. സ്ത്രീ ശാക്തീകരണത്തിനായി ഷീ ടാക്സി പദ്ധതിയും വനിതാ ഹെൽത്ത് ക്ലബ്ബും ബജറ്റിലുണ്ട്. കായിക വികസനത്തിനായി ഓപ്പൺ ജിം, മിനി ടർഫ് എന്നിവയും മാലിന്യ സംസ്കരണത്തിനായി കണ്ടെയ്നർ MCF, ക്ലീനിംഗ് വെഹിക്കിൾ എന്നിവയും പുതുതായി വിഭാവനം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്കായി 1.86 കോടി രൂപയാണ് വിവിധ പദ്ധതികളിലായി മാറ്റിവെച്ചിരിക്കുന്നത്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചേരിയിൽ രാമകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിമോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ഷെരീഫ ടീച്ചർ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാജിയ ജംഷാദ്, കൗൺസിലർ TP അബ്ദുൽ ഗഫൂർ, മുജീബ് വാലാസി, സാജിദ ടീച്ചർ, നൌഫൽ പാലാറ, പരപ്പിൽ രാജൻ, KT അബ്ദുൾ റസാഖ്, PP യഹിയ, U മുജീബ് റഹ്മാൻ, ജുനൈദ് തയ്യിൽ, ജയ സദാനന്ദൻ, നഗരസഭാ സെക്രട്ടറി H സീന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CK അബ്ദുൽ നാസർ, അംഗങ്ങളായ പറശ്ശേരി അസൈനാർ, സലാം വളാഞ്ചേരി, ഹബീബ് പറമ്പയിൽ, K മുസ്തഫ മാസ്റ്റർ, സഫീർ ഷാ, വാർഡ് കൗൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, പ്രസ് ആൻഡ് മീഡിയ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ജനങ്ങൾ നമ്മിൽ അർപ്പിച്ച വലിയ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നഗരസഭയുടെ സർവോദയപൂർവമായ വികസനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത്. തുടർച്ചയായ വികസനം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. അതിനാൽ തന്നെ മുൻ ഭരണസമിതി ആരംഭിച്ചതും എന്നാൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായ എല്ലാ ജനക്ഷേമ പദ്ധതികൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.